ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അത്ഭുതകരമായ അഭിഷേകമാണ് കിട്ടുന്നു. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകം, മനുഷ്യന് സ്വപ്നം കാണാൻ പറ്റാത്ത അഭിഷേകം, മനുഷ്യന് ചിന്തിക്കാൻ ഒരു കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകളെ, ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നൊരു മകള് പറഞ്ഞത് ഇങ്ങനെയാണ്. ഓസ്ട്രേലിയയിലായി വരാം ഈ കുടുംബം, തളർന്നു കിടക്കുക. ഓസ്ട്രേലിയ ആണോ എവിടെയാ, ന്യൂസിലൻഡാണോ ഞാൻ കൃത്യം ഓർമ്മയൊന്നുമില്ല. എന്തെങ്കിലും ആട്ടെ, എവിടെയെങ്കിലും ആട്ടെ. ഇപ്പം അവിടുന്ന് കേൾക്കുന്നുണ്ട്, അവിടെ ഇരുന്നുണ്ട്. എന്തായാലും അതെനിക്ക് ഉറപ്പാണ്. മോളെ, നിന്നെപ്പറ്റി ഞാൻ പറയണത് തളർന്നു കിടക്കുകയായിരുന്നു. അവളെ അന്ന് ഞായറാഴ്ച മറ്റേ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ഫോൺ അവർ വരച്ചോ കണ്ടോ, നോക്കിക്കേ കിടക്കുന്നു കണ്ടോ, തളർന്നു കിടക്കുക. അവളെ ഒരു ആശീർവാദ പ്രാർത്ഥന നടത്തി അതിനുശേഷം ആ തളർന്നു കിടന്ന ആളെ കട്ടിലിൽ ചാടി എഴുന്നേൽക്കുക. അവളെ അനേകായിരം മക്കൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. വലിയ കാത്തിരിപ്പിന്റെ, വലിയ അഭിഷേകത്തിന്റെ ആഗ്രഹവുമായിട്ട് കർത്താവിന്റെ അത്ഭുത ശക്തി ഈ സമയത്ത് മക്കൾക്കുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ തമാശയല്ലേ, ബാക്കി കൂടെ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ചേച്ചിക്ക് സങ്കടം വരും. 8ാമത് ചേച്ചി ഒന്നും കൂടെ താഴേക്ക് തട്ടി വീണു, ഇപ്പം കിടപ്പില്ല. ചേച്ചി അവിടുന്ന് ഈ ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി കർത്താവ്, ഈ മര്യാദ നടന്നോണം, ഒരിക്കൽ കൂടി കർത്താവ് ഒരു അഭിഷേകം നൽകുകയാണ്. അത്ഭുതകരം. ഇപ്പം ലോകമെമ്പാടും ഇത് ഓൺലൈനായി ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവ് ലോകമെമ്പാടും ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ, ദൈവത്തിന്റെ അത്ഭുത പ്രസരിക്കട്ടെ. വളർന്നു കിടക്കുന്നവരെ എഴുന്നേറ്റ് നടക്കട്ടെ, ക്യാൻസർ രോഗികൾ സുഖപ്പെടട്ടെ, രോഗങ്ങൾ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്തോരം സന്തോഷം അനുഭവിക്കുന്നു, അതിന് 1000 മടങ്ങ് സന്തോഷം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ഭയപ്പെട്ടും ജീവിക്കാനുള്ള ജീവിതമല്ല ഇത്. ഡു നോട്ട് ബി അഫ്രൈഡ്. ഭയപ്പെടരുത്. ക്യാൻസർ രോഗത്തിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു മകൻ, അത് ശരീരത്തിൽ തളർച്ച വരുന്നു. ഡോക്ടർമാർ പറഞ്ഞു അത് മിക്കവാറും ഒരു ബ്ലോക്കായിരിക്കും. അവളെ വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ചിലന്ന് ഞായറാഴ്ച വൈകിട്ടത്തെ 5 മണിയുടെ കുർബാനയ്ക്ക് വിമലയിൽ കയറിയിരിക്കുക. ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥി ദൈവങ്ങളെ വിശ്വസിക്കാവുന്നതിൽ വിശ്വസിച്ചോ. ആ കുർബാനയെ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ നോക്കി റിപ്പോർട്ടൊന്നും കിട്ടിയില്ല, എന്നാലും പറഞ്ഞു അങ്ങനെ ഒരു ബ്ലോക്ക് ഇല്ല. പക്ഷെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ അത് കൺഫേം ചെയ്തു, ശരീരത്തിൽ യാതൊരു ബ്ലോക്കും ഇല്ലെന്നാണ്. കൈ നോവുന്ന പോലെ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. Nothing is impossible with our God, മക്കളെ. നിന്റെ ദൈവത്തിന് എല്ലാം നിന്റെ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. Nothing is impossible എന്ന് പറഞ്ഞേക്കാൾ എനിക്കിഷ്ടം everything is possible for God. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് വലതുകരം ഉയർത്തി പറഞ്ഞ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ വിശ്വസിക്കും. ദൈവത്തിന് അത്ഭുത കൃപ മക്കൾ അനുഭവിക്കും. അനേകം മക്കളുടെ അനുഭവങ്ങൾ ചുരുക്കി ഒറ്റ വാക്കിലേക്ക് പറഞ്ഞു തരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു തരുന്നത് ഇതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞായറാഴ്ചയുടെ മറ്റൊരു മകള് വയറ്റിൽ ട്യൂമർ ഉണ്ടായിരുന്നു. വയറ്റിൽ ട്യൂമർ ഉണ്ട്. വാവിട്ട് നല്ല വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. എനിക്ക് ഓപ്പറേഷൻ പേടിയാച്ചോ. ഞാൻ പറഞ്ഞു, നീ എന്തിനും ഓപ്പറേഷൻ, നിനക്ക് ഓപ്പറേഷൻ വരുന്നില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഉള്ളതില്ല, നിനക്ക് ഓപ്പറേഷൻ ഇല്ല, നീ ഭയപ്പെടേണ്ട. വീണ്ടും ദൈവങ്ങളെ അവർ മറ്റൊരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൽ പോയില്ല, വേറൊരു ആശുപത്രിയിൽ പോയി. സെക്കൻഡ് കൺസൾട്ടേഷൻ. ഒരു കാര്യത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞു ഓടിപ്പോയി ഓപ്പറേഷൻ പോയി ഇരുന്ന് കൊടുത്തേക്കല്ല. 2 3 ഡോക്ടർമാരെ കാണാതെ 2 3 ആശുപത്രി ഒരു സർജറിക്ക് നിങ്ങൾ മുതിരല്ല ഒരിക്കലും. ഹല്ലേലൂയ. ഒരു മനുഷ്യന് തെറ്റുപറ്റാം മക്കളെ. എത്ര എക്സ്പേർട്ട് ആണെങ്കിലും ശേഖരം തെറ്റുപറ്റാം. ഗോ ഫോർ സെക്കൻഡ് ഒപ്പീനിയൻ.
ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ അതിനൊന്നും പോകണ്ട കേട്ടോ. അത് ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ പോകണ്ട. ആദ്യം തന്നെ ആശുപത്രിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ. ഗോ ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ ആൻഡ് ഫോർ എ തേർഡ് ഒപ്പീനിയൻ. ദൈവമക്കളെ, നിന്റെ വിശ്വാസത്തിന്റെ അടയാളമാ നീ 2-3 പേരെ പോയി കാണുന്നത്. കാരണം നിനക്കറിയാം, ആദ്യത്തെ ഡോക്ടർ കണ്ടുപിടിച്ചത് ശരിയാണെങ്കിൽ തന്നെയും എന്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ആ രോഗവിനെ സുഖപ്പെടുത്തുവാൻ പോകുന്നവനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയാ. മകളെ, ഇതാ കർത്താവിന്റെ ഇടപെടൽ. ഇതൊരു മകളെ സാക്ഷി, മനോഹരമായ സാക്ഷിയാണ്, പറയാൻ കൊള്ളത്തില്ല, എന്നാലും പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് കൊച്ചുങ്ങൾ വേണ്ട. ഒറ്റ കാരണം പ്രസവിക്കാൻ പേടിയാ, അതുകൊണ്ട് കൊച്ചുങ്ങൾ വേണ്ട. ബാംഗ്ലൂരായി വരും, നല്ല ഉയർന്ന ഉദ്യോഗസ്ഥരാ. ബാംഗ്ലൂരാ മോൻ, അവനെ ഉണ്ട്. നമ്മള് കൊച്ചും കൂടെ വന്നിട്ടുണ്ട്, അമ്മയും കൂടെ. പ്രസവിക്കാൻ പേടിയാ, സൂചി കുത്തുന്നത് പോലും പേടിയാ. പിന്നെ അവള് പ്രസവിക്കാൻ പോണേ. അന്ന് അവരെ അവധിക്ക് വന്നപ്പോൾ അന്ന് വിമലേരി വന്നു, ശുശ്രൂഷയ്ക്ക് വന്നതാ. പറഞ്ഞു വെച്ചോ എനിക്ക് പേടിയാ, അതുകൊണ്ട് മോളെ ഇന്ന് മുതൽ 13 ദിവസം നീ 13 നൊവേന ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. 13ാമത്തെ നൊവേന തരുന്ന മുമ്പ് അവളുടെ പ്രഗ്നൻസി പോസിറ്റീവായി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്ക. വെടിക്കെട്ട് വരുന്നതേ ഉള്ളൂ. അവള് പറയാ, ചേട്ടൻ അവിടെ എന്തായാലും ഉണ്ടായിരുന്നു, ഒരാളെങ്കിലും സാക്ഷിയുണ്ടല്ലോ ഈ പറയുന്നതിന്. അവള് പറയാ, പ്രസവ വേദന എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഒരു വേദനയും ഇല്ലാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ, ഇതൊന്നും പറഞ്ഞ ആർക്കുമൊന്നും മനസ്സിലാവില്ല. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് കർത്താവേ. നമ്മളെ ഇമ്പോസിബിൾ ബിക്കംസ് പോസിബിൾ. മക്കളെ, കർത്താവ് ഇന്നത്തെ ദിവസം തന്നെ ഒരു സന്ദേശം അതാകട്ടോ. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് കർത്താവ് തരുന്ന അഭിഷേകം ഇതാണ്: ഒരിക്കലും സംഭവിക്കില്ലാതെ നിങ്ങൾ 100 വട്ടം പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കാൻ പോകുന്നു. ദൈവം ഇടപെടാൻ പോകുന്നു. ദൈവം അനുഗ്രഹം തരാൻ പോകുന്നു. ഒച്ച ദൈവത്തിലേക്ക് ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയാ. ഒരു മകൻ ഇന്ന് വന്നായിരുന്നു, അതുകൂടെ പറഞ്ഞു ചെയ്യാൻ വചനത്തിലേക്ക് വരാം. ബിബിലിയിൽ രാവിലെ സാക്ഷ്യപ്പെടുത്തി മറ്റൊരു മകൻ, ഒറ്റ മോന. അവൻ പറയാ, അവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലി കിട്ടണം. 4 കൊല്ലമായിട്ട് 2018 ജോലി പഠിത്തം കഴിഞ്ഞതാണ്. 4 കൊല്ലത്തിന് 22 അവൻ മനസ്സിൽ പറഞ്ഞു, അവൻ നല്ല മിടുക്കം പയ്യൻ. അവൻ പറഞ്ഞു, എനിക്ക് ഇന്ന ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയാൽ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ. അവൻ 15,000 രൂപയ്ക്ക് എഞ്ചിനീയറിംഗ് ബിടെക് പഠിച്ചത് 15,000 രൂപയ്ക്ക് ജോലി ചെയ്യാനൊന്നുമല്ല. ബിടെക് പഠിച്ചത് 10,000 രൂപയ്ക്ക് ജോലി ചെയ്യാനൊന്നുമല്ല. ഇന്ന് പൊന്നുമക്കളെല്ലാം 15,000 രൂപയ്ക്കാണ്. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ബിടെക് പാസ്സായിട്ട് ഇന്ന് പണിക്ക് വന്ന 10,000 രൂപയുടെ വില. ബിക്കോസ് വി എക്സ്പെക്ട് 10,000 ഉള്ളി. അക്ക് 10,000 മതി, അതുകൊണ്ടാണ് 10,000 കിട്ടിക്കൊണ്ട്. ഇവൻ പറഞ്ഞ പോലെ 1 ലക്ഷം വേണമെന്ന് പറഞ്ഞു. മിനിമം 1 ലക്ഷം രൂപ ശമ്പളം വേണം. അവൻ എംകോമോ അങ്ങനെ പാസ്സായ പയ്യനാണ്. അവൻ ആഗ്രഹിച്ചതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു 2022 മുതലെന്ന് പറഞ്ഞിട്ട് ഇന്ന് കർത്താവിലെ സന്നിധിയിൽ കയറുന്ന അവൻ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. Do not underestimate the power of your God. Do not underestimate. താഴ്ത്തിക്കെട്ടല്ലേ ദൈവത്തെ. നമ്മൾ മനുഷ്യരൊക്കെ താഴ്ത്തിക്കെട്ടാൻ, ദൈവത്തെ താഴ്ത്തിക്കെട്ടരുത്. Do not underestimate the mighty power of God. Hallelujah. എവിടെയെങ്കിലും ഇരുന്ന് മലയാളം അറിയാത്ത ഏതെങ്കിലും കുഞ്ഞിപ്പിള്ളേർ ഇംഗ്ലണ്ടിലും ഒക്കെ ഇരുന്ന്, അതുകൊണ്ട് കൊച്ചു മുറി ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു വിഷമം തോന്നരുത്. ലോകമെമ്പാടും വരുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. മലയാളം അറിയാത്തവർ ഈ ശുശ്രൂഷ പങ്കെടുക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വാക്യങ്ങൾ പറയാൻ നിർബന്ധിതനാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വില കുറച്ച് കാണരുത് മക്കളെ. നീ വിശ്വസിച്ചോ. മരിക്കാൻ വേണ്ടി പോയ വിധവയാ. വചനം വായിച്ചില്ല. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരിലാണ്, 2 രാജാക്കന്മാരിലല്ലേ. എലീഷയുടെ കഥയാണ്, 2ാം ഭാഗത്താണ്. 19-ാം അധ്യായം എനിക്ക് 2 രാജാക്കന്മാർ. 1 രാജാക്കന്മാർ 19 ഗംഭീരമാണ്. അതുപോലെ 2 രാജാക്കന്മാരും 2 രാജാക്കന്മാരല്ലേ അത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരിക്കാൻ പോവുക. ഈ മനുഷ്യർക്കൊക്കെ മരിക്കാൻ തന്നെ എത്ര നിർബന്ധമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ മരിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 രാജാക്കന്മാരല്ലല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവങ്ങളെ മരിക്കാൻ എല്ലാവർക്കും വലിയ നിർബന്ധമാണ്. എപ്പം മരിക്കാൻ പോകും. കഴിഞ്ഞ സാറിൻ്റെ വരുന്നുണ്ട്, മരിക്കാൻ പോവാന്ന് പറഞ്ഞ്. മരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവ് കൊണ്ടിരുന്ന കേട്ടോ. പരിശുദ്ധാത്മാവ് കൊണ്ടിരുന്ന നമ്മളെ അച്ഛനെ ശുശ്രൂഷ അച്ഛനെ ഏറ്റവും ആനന്ദമുള്ളൊരു കാര്യം അതാണ്.
കഴിഞ്ഞ ആഴ്ചയിലും ആരാണ് വെച്ചാൽ ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടാകേണ്ടവരല്ല, എല്ലാം തീർന്നെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കൈവപ്പിന് വേണ്ടി വന്നതാണ്. ഹല്ലേലൂയ. അതെ മക്കളെ, വലിയ ആനന്ദം. ഇന്നും അവർ ജീവിക്കുന്നു എന്നുള്ളത് ജീവിതത്തിലെ വലിയ സന്തോഷം നൽകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 17 വിധവയുടെ കഥ പറയണേ. അവിടെ കാലത്തിലും മാവുണ്ടായി, ഒരിക്കലും തീർന്നു പോയില്ല. ക്യാൻ യു ബിലീവ് മക്കളെ? ഈ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ, ദൈവം ഇല്ലെന്ന് പറയുന്നത്. ഹീസ് ടെല്ലിങ് ദാറ്റ് ഹീ ഹാസ് നോ ഗോഡ്. അന്നേ ഉള്ളൂ കേട്ടോ. അവൻ നമ്മുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അവൻ പറയുന്ന അവന് ദൈവമില്ലെന്നാ പറഞ്ഞ, അവന് ദൈവമില്ല. വി ഹാവ് ഗോഡ് മക്കളെ. ഒന്ന് നീട്ടി ശ്വസിക്കണമെങ്കിൽ, അത്യാന്നേ രാവിലെ എന്നിട്ട് കാലെന്ന് പറഞ്ഞ് നിൽക്കണമെങ്കിൽ അതിന് പ്രായമൊന്നുമില്ല കേട്ടോ. നമ്മൾ ദൈവത്തിൽ നീ വിശ്വസിക്കും തോന്നും. ഇതൊരു ഞാൻ പറയൊരു ഒരു ഡിസ്കവറി ആയത്. Faith is going deeper and deeper and deeper into the experience of God. അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യരില്ലേ എന്ന് പറയുന്നത് ദൈവാനുഭവത്തെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുങ്ങാങ്കുഴിയാണ്. മുങ്ങാങ്കുഴി എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അറിയത്തില്ലായിരിക്കും അല്ലേ? ഞാൻ പുഴയുടെ തീരെ താമസിക്കും. ഞങ്ങൾ മുങ്ങാങ്കുഴി ഇടും. വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ പോകുന്ന മുങ്ങാങ്കുഴി ഇടുക. പിന്നെ ശ്വാസമൊക്കെ പിടിക്കാൻ നല്ല കപ്പാസിറ്റി ഉള്ള പ്രായമില്ല. കൊച്ചുപ്രായത്തിൽ ഇപ്പം വെള്ളത്തിൽ ചാടിയിട്ട് ഒത്തിരി കാലമായി. വെള്ളത്തിനടിയിൽ കിടക്കും. അങ്ങനെ മുങ്ങാങ്കുഴി ഇട്ടിങ്ങനെ ചില പില്ലന്മാരുണ്ട്, അന്ന് ചേട്ടായിമാരുണ്ട് വെള്ളത്തിൽ ചാടാൻ നേരത്ത്. ഉമ്മാരെ അടി കൂടെ ഒന്ന് കാലെ പിടിച്ച് വലിക്കും. മുങ്ങാങ്കുഴി ഇടണം മക്കളെ. ദൈവാനുഭവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ദൈവിക അനുഭവങ്ങളിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ലോകമെമ്പാടും ഇത് ആളുകൾ കേൾക്കുന്നു. അവിടെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ KRCBC ഒരു പ്രോഗ്രാം വിപുലീകരിക്കത്തിൽ നടന്നു. ഈ മനുഷ്യൻ ഒന്നെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് വന്നാലും കൊല്ലത്തുനിന്ന് രാത്രി മുഴുവൻ കുർബാനയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും മനുഷ്യൻ. അത് ഈ കയ്യെ പൊക്കി പൊടിച്ച കുർബാനയുടെ മുമ്പിൽ അയാൾക്കൊന്നും വിഷയമല്ല. തൊട്ടുപുറകെ പിതാവിന് അയാൾക്ക് ഒച്ചതി പ്രാർത്ഥിക്കും. ആ രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ ഓരോ അവസരം കിട്ടിയതല്ലേ ചാന്ന്. ഒറ്റ രാത്രി ഞാൻ വെല്ലുവിളി, ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്ന് വീണ്ടും പരിശോധന ചോദിക്കാം. ഒറ്റ രാത്രി അവിടെ വന്നിരുന്നിട്ടുണ്ടോ? ഇന്നലെ ഒരു വൈദികനെ കണ്ടു. എനിക്ക് ഭയങ്കര ബഹുമാനം. എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹം വെച്ചാൽ ഞാൻ ഓടി വരുമായിരുന്നു. പണ്ട് ബുക്ഷപ്പേട്ടിലാണ് പോകുന്നത്. 7 മണിയാകുമ്പോൾ പള്ളി അടയ്ക്കും. അദ്ദേഹം ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നൊരു വൈദികനാണ്. ഓടുവാരെന്ന് വെച്ചാൽ ഞാൻ ദിവ്യാറിനെ ആരാ. ഇപ്പം എന്നോട് വെച്ചാൽ എന്നെ എല്ലാ ദിവസവും ഇവിടെ വന്നിരിപ്പുണ്ട്. വിമലേരി കത്തിയിട്ടില്ല. ഈ മനുഷ്യൻ വന്നിരിക്കുക. ഒന്നിനും കുറവൊന്നും പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കും. ഞങ്ങൾ പാവം പിടിച്ച അച്ഛന്മാർക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനാ വിഷയം. നിങ്ങളാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. പലപ്പോഴും എൻ്റെ പ്രാർത്ഥനാ വിഷയം നിങ്ങളാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനൊന്നുമില്ലെന്നേ. അതുപോലെ കർത്താവ് പുരോഹിതരെയും സന്യസ്തരെയും കരുതുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് കഞ്ഞി തരണേ എന്നോ ചോറ് തരണമെന്നോ, എൻ്റെ അഹങ്കാരമാണ്. ദൈവം ക്ഷമിച്ചേക്ക്. ഒരസുഖം മാറ്റണമെന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ മനുഷ്യരാണ്. ഈ അച്ഛൻ പറയുക, അച്ഛൻ നേരത്തെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വൈദികനാണ്. 2 മണിക്കൂർ മിനിമം കുർബാനയുടെ മുമ്പിൽ ഈ അച്ഛൻ വന്നിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് മിനിമം 5 മണിക്ക് പോരാ. കാരണം അവിടുത്തെ ബോസാണ് ഈ അച്ഛൻ. അപ്പോൾ 6 മണി 7 മണി വരെയെങ്കിലൊക്കെ ഇരിക്കേണ്ടി വരും ചില ദിവസങ്ങളിൽ. 2 hours മിനിമം കുർബാനയുടെ മുമ്പിലിരിക്കുകയാണ്. നമ്മളെ ഞാൻ എൻ്റെ കാര്യം വിട്ടേ, നിങ്ങൾ ഈ അച്ഛൻ്റെ കാര്യം നോക്കും. ഈ അച്ഛൻ എന്തിൻ്റെ കുറവാണ്, എന്തിൻ്റെ കേടാ? ഹീ നോസ് ദ പവർ ഓഫ് ദി യൂക്കറിസ്റ്റ്. അവളെ കാല് പിടിച്ച് ഞാൻ പറയാം, കുർബാനയുടെ മുമ്പിൽ പോയിരിക്കണം. കാല് പിടിച്ചാൽ ഞാനിത് പറയുന്നത്. കുർബാനയുടെ മുമ്പിൽ, കുർബാന എഴുന്നള്ളിച്ച് വെച്ചേക്കുന്നിടത്ത് വിമലഗിരി മുറ്റത്ത് വന്ന് അവിടെ നിന്ന് വർത്താനം പറഞ്ഞു നിന്നേക്കല്ലോ, ചാടിക്കയറി കുർബാനയുടെ മുമ്പിൽ പോയിരുന്നാണ്. കുർബാനയുടെ മുമ്പിൽ ഇരുന്നു മക്കളെ. അത്ഭുതങ്ങളുടെ പെരുമഴ നിങ്ങളുടെ ജീവിതത്തിൽ പെയ്യുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഭവിക്കണം. എന്തിനായി ഈ പഞ്ഞം പിടിച്ച് ജീവിക്കുന്നേ? എന്തിനാ ഈ പഞ്ഞം പിടിച്ച് ജീവിക്കുന്നത്? സമൃദ്ധി തരുന്നൊരു ദൈവം ഉള്ളപ്പോൾ പഞ്ഞം പിടിച്ച് ജീവിക്കുക. കൈ നീട്ടിയൊന്നും എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ആ കുർബാനയുടെ മുമ്പിൽ വന്ന് അനുഗ്രഹം പ്രാർത്ഥിച്ച് ഭവനം കിട്ടിയ വ്യക്തി എനിക്കറിയാം. നിങ്ങളൊക്കെ വീട് കഷ്ടപ്പെട്ട് ഇക്ഷ വലിച്ച് വീട് പണിയുമ്പോൾ ഒരു കല്ലെടുത്ത് വെക്കാതെ വീട് ലഭിച്ച വ്യക്തികളെ എനിക്കറിയാം. ഹല്ലേലൂയ. ഇതിനുള്ളിൽ ഞാൻ എന്നാ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്?
ഇന്നൊരു ചേച്ചി രാവിലെ വന്നത് ബസ്സിക്ക് വാങ്ങിയത്, അച്ഛാ ഈ വ്യാഴാഴ്ച കേരള താമസമാണ്, വാടക വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആട്ടും തുപ്പും കൊണ്ട് കിടന്നവരാ. ഓ ദൈവവൈദ്യലെ, ആട്ടും തുപ്പും കേട്ട് ജീവിക്കാനുള്ളവരല്ല. കാരണം നിന്റെ കർത്താവ് നിന്റെ ആട്ടും തുപ്പൊക്കെ ഏറ്റെന്നേ. നിനക്കൊരു കർത്താവുണ്ടെങ്കിൽ ആ കർത്താവ് നിന്റെ ആട്ടും തുപ്പൊക്കെ ഏറ്റവനാ. Hallelujah. You get empowered. You get empowered before the blessed sacrament. Hallelujah. 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 വചനത്തിലേക്ക് വരാം. കുമ്പസാരിക്കും മക്കളെ, അച്ഛന്മാരുണ്ട്, കുമ്പസാരിക്കണം. ഒരു കൊച്ചു പാപം പോലും വെച്ച് നാളെ ഒന്നും കൂടെ പാപം ചെയ്തിട്ട് കുമ്പസാരം, അങ്ങനെ വിചാരിച്ച പിശാചിന്റെ ഏറ്റവും വലിയ കണിയാ. ഒന്നും കൂടെ കള്ളു കുടിച്ചേച്ച് കുമ്പസാരിക്കാം. The very moment if you can make a confession, go for a confession. കുമ്പസാരം ഒന്നും വെച്ച് നിട്ടല്ലോ മക്കളെ. എന്തിനാ വാശി പിടിക്കുന്ന? അനുഗ്രഹം വേണ്ടെന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പലപ്പോഴും അങ്ങനെ പരിശുദ്ധാലും പഠിപ്പിച്ചാൽ നമ്മൾ പലരും അനുഗ്രഹിക്കണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവരാണ്. എനിക്ക് അനുഗ്രഹം വേണ്ടെന്ന്. തൊട്ട് മുമ്പ് പള്ളിയാ, അപ്പൊ വെളിയിൽ കുത്തിയിരിക്കുക. എന്നാ അയാൾ പറഞ്ഞത്? എനിക്ക് അനുഗ്രഹം വേണ്ട. അങ്ങനെ അത് കുർബാനയെന്ന് വിളിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാ പറയുന്നത്? എനിക്ക് അനുഗ്രഹം വേണം. തൊട്ട് മുമ്പിൽ തിരുവചനം ഇരിക്കുക, തുറക്കത്തില്ല. എന്നാ പറയുന്നത്? എനിക്ക് അനുഗ്രഹം വേണ്ട. എന്തിനാ മക്കളെ ഇത്രയും കടന്ന് ബലം പിടിക്കുന്നത്? അനുഗ്രഹിക്കപ്പെടണം പൊന്നുകൂട്ട. അനുഗ്രഹമുണ്ടെന്ന്, സൗഖ്യമുണ്ടെന്ന്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് അനുഗ്രഹിക്കപ്പെടണ്ടേ? ഹല്ലേലൂയ. നമ്മളെ തമ്പുരാനുമായിട്ടുള്ള ബന്ധം, തമ്പുരാനുമായിട്ടുള്ള യാത്ര ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. ആ കൊന്തയൊക്കെ എപ്പോഴും കയ്യിലുണ്ടാവട്ടെ. ദൈവം നിന്നെ അത്ഭുതകരമായിട്ട് നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന മുടങ്ങരുത്. ഇരിക്കണം അരമണിക്കൂർ. നിങ്ങൾ ഏത് സഭയും നിങ്ങളുടെയൊക്കെ സഭയുടെ പ്രാർത്ഥിച്ചു. അത് ഒരു ജപമാല ഒന്നിച്ച് ചൊല്ലാൻ പറ്റും. കൊന്തയ ഒന്നിച്ച് ചൊല്ല. നൊവേന പുസ്തകം ഒരു നൊവേന ഒന്നിച്ച് ചൊല്ല. ഒരു അരമണിക്കൂറെങ്കിലും ഒന്നിച്ച് നിലത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. I challenge മക്കളെ, your life will be changed. നിങ്ങളുടെ ജീവിതങ്ങൾ മാറിയിരിക്കും മക്കളെ. ഒന്ന് തുടങ്ങി നോക്ക്. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന. രാവിലെ പള്ളി പോകാൻ, രാവിലെ കുർബാനയ്ക്ക് പോകും. വിമലഗിരി നമ്മളെ 8 നോയമ്പ് ആരംഭിക്കാൻ പോവുക. അടുത്ത ഞായറാഴ്ച മതി. നമുക്കിവിടെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് ശുശ്രൂഷയുണ്ട്. കുർബാന 5 മണിക്ക് കുർബാന. അതിന് തൊട്ട് മുമ്പ് ഇവിടെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ജപമാല, കുർബാന, നൊവേന. വിമലഗിരി കത്തീഡ്രലിൽ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 5 മണിക്കും ശുശ്രൂഷകളുണ്ട്. 8 നോയമ്പൊക്കെ എടുത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയൊരു കാര്യം, നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ എല്ലായിടത്തും ഇതാണ്. പക്ഷേ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലിരുന്ന് പരിശുദ്ധ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ജപമാല ചെല്ലുമ്പോൾ അതിൻ്റെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരുടെയും വിചാരം കുർബാനയാകാനുള്ള സമയം പൂർത്തീകരിക്കാനാണ് ജപമാല ചെല്ലുന്നതെന്ന് വിചാരിക്കുന്നത്. കുർബാനയ്ക്ക് സമയമായിട്ടില്ല, അതുകൊണ്ടാണ് ജപം. അങ്ങനെ അല്ല മക്കളെ. ഇറ്റ്സ് എ പവർഫുൾ സ്പിരിച്വൽ വെപ്പൺ. റോസറി ഈസ് എ പവർഫുൾ സ്പിരിച്വൽ വെപ്പൺ. ഒപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആ പൊതു ശുശ്രൂഷയോട് ജപമാല ചൊല്ലുമ്പോൾ ഒരു അഭിഷേകമുണ്ട് മക്കളെ. നിങ്ങൾ വീട്ടിൽ 100 കൊന്ത ചൊല്ലുന്നതും പള്ളി വന്ന് പൊതുവായിട്ട് ചൊല്ലുന്ന കൊന്തയിൽ കൂടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മക്കളെ. ഹല്ലേലൂയ. അവിടെ സഭയുടെ പ്രാർത്ഥനയായിട്ട് മാറുക, അവിടെ അത് കൂട്ടായ്മയുടെ പ്രാർത്ഥനയായി മാറുക, അവിടെ അത് തീർത്ഥാടന കേന്ദ്രത്തിൽ നിലവിളിയായിട്ട് മാറുക. ഹല്ലേലൂയ. 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 ഇപ്പൊ ഇവിടെയാണ് രാവിലെയും വൈകിട്ടും ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷയ്ക്ക് മുമ്പ് ജപമാലയുണ്ട്. ഹല്ലേലൂയ. ജപമാലയൊക്കെ ചൊല്ലി 8 നോയമ്പ് എടുക്കണം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിക്കുമ്പോൾ 8 ദിവസമല്ലേ ഉള്ളൂ. മരിക്കത്തില്ല, ഉറപ്പ്. നിങ്ങൾ മരിക്കത്തില്ല. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തൻ്റെ ഇടം ഒരു നേരം കഴിക്കുക. ഷുഗർ ഒന്ന് നോക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ഒരു ത്യാഗം വേണം മക്കളെ. ഒരു ത്യാഗം, ഒരു വേദനയ്ക്ക് കർത്താവ് തരുന്ന ഒരു പ്രതിഫലമുണ്ട്. ആമേൻ. ആമേൻ. തിരുവചനത്തിലേക്ക് വരും. അപ്പോസ്തല നടപടി 13-ാം അധ്യായമാണ്. 13-ാം അധ്യായം. പൗലോസ്ലീഹ അന്ത്യോക്യയിലെത്തി. അന്ത്യോക്യയിലെ സഭ അവിടെ സിനഗോഗിൽ പോയി. എവിടെ പോയാലും അവിടെ പള്ളി പോകണം മക്കളെ. ഒരു കാര്യത്തിന് പോകുന്നതിന് പള്ളി പോകണം. പൗലോസ്ലീഹ അന്ത്യോക്യയിലെത്തി. അവിടുത്തെ സിനഗോഗ് തപ്പി പിടിക്കുക. നിങ്ങൾ എവിടെ പോയാലും
ഒരു പള്ളി കണ്ടുപിടിച്ചിരിക്കണം. ഒരു ഇൻ്റർവ്യൂവിനോ ഒരു പരീക്ഷയ്ക്കോ നിങ്ങൾ ടൂറ് പോകുവാണെങ്കിൽ പോലും പള്ളി എവിടെയുണ്ടെന്ന് നോക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീട് വെക്കണം, പള്ളിയുടെ അടുത്തൊക്കെ വീട് വെക്കണം മക്കളെ. കഴിഞ്ഞ സാധനം പറയുന്നത് ഇതുപോലെ അവരും കേൾക്കട്ടെ. ഡൽഹിയിലായി അവരിവിടെ വന്നതാ. ഡൽഹിയിലെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പം വീട് വിൽക്കണം. വീട് വിൽക്കാതെ കിടക്കുക എത്രയോ വർഷങ്ങളായി. അപ്പം ആ വീടൊക്കെ വിറ്റ് അവരിവിടെ ഒരിടത്ത് വന്ന് സെറ്റിലായി. ഏത് പള്ളിയുടെ അടുത്തെങ്ങാണ്ട്. മക്കളെ ലുക്ക്, ഞാൻ ചുമ്മാ പറയുന്നല്ല മക്കളെ. ഒരു സങ്കടം വന്നിരിക്കാൻ വേറെ എവിടെ പോയി ഇരിക്കാൻ പറ്റും? സങ്കടത്തിന് ഇരിക്കാൻ പറ്റിയ വേറെ കള്ളിഷാപ്പിൽ പോയിരുന്ന സങ്കടം മാറുമോ? സിനിമാ തിയേറ്ററിൽ പോയ സങ്കടം മാറുമോ? ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയ സങ്കടം മാറും. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദേവാലയത്തിൽ വന്നിട്ട് സങ്കടം മാറും. പല സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്നവൻ അവിടെ ഉള്ളത്, സങ്കടങ്ങൾ എടുത്ത് മാറ്റാൻ കഴിവുള്ളവൻ അവിടെ ഇരിക്കുന്നത്. അവളെ ഒരു ദിവസം ഒരു തവണയിൽ പള്ളിയിൽ പോകാതിരിക്കില്ല. നീ കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റില്ല, ഇറങ്ങി നടക്ക്, ഒന്ന് പള്ളിയിൽ പോകും. വീട്ടിൽ ചമ്മാൻ പഠിഞ്ഞുകൊണ്ടിരിക്കില്ല, ഇറങ്ങണം. ജോലിക്ക് വന്ന വഴിക്ക് ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് ഇറങ്ങി പ്രാർത്ഥിക്കുക. വഴിയിലൊരു പള്ളി കണ്ട് നിർത്താൻ പറ്റുമെങ്കിൽ വണ്ടി നിർത്തിട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും മതി പൊതു കാര്യങ്ങൾ. നമുക്ക് വചനത്തിലേക്ക് വരാം. അപ്പോസ്തല നടപടി 13. അപ്പോൾ അന്ത്യോക്യയിലെ സിനഗോഗിലെത്തി പൗലോസ് ഇരിക്കുക. പുറകിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അച്ഛൻ ബൈബിൾ വായിച്ചിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും, അത് യഹൂദരുടെ ഒരു രീതിയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞു. പൗലോസ് കൈപൊക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അപ്പോൾ മകളെ പൗരോഹിത്യത്തിൻ്റെ കാര്യത്തോടെ മകളെ ഈശോയുടെ പൗരോഹിത്യം അച്ഛനത്. എൻ്റെ പൗരോഹിത്യം ഈശോയുടെ പൗരോഹിത്യം. പൊന്നുമക്കളെ, നിങ്ങളുടെ ചങ്കിലുള്ളത് ക്രിസ്തുവാണ്. നിങ്ങളുടെ കുടുംബജീവിതം ക്രിസ്തുവിന്റെ അങ്ങനെ പൊളിഞ്ഞു പോകില്ലെന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നൊരു അമ്മ വന്ന് കരയുന്ന കണ്ടു. നല്ല കുടുംബമായിരുന്നു. ഇവിടുന്ന് വിദേശത്തേക്ക് പോയി പഠിക്കാൻ, ജോലിക്ക് പോയി, കെട്ടിച്ച് വിട്ട് പ്രാർത്ഥിച്ച നൊവേനയിലേക്ക്. ഇപ്പം അവനൊരു വിധവയുടെ പുറകെ നടക്കുക. നമ്മൾ എന്ത് ഡെലിക്കേറ്റാണ് ഈ കുടുംബജീവിതം എന്ന് നോക്കിയേ. രക്ഷപ്പെടാനും ജീവിക്കാനും പോയിട്ട് അവിടെ പോയിട്ട് തലയടിച്ച് തകരുക മനുഷ്യരൊക്കെ. ദൈവം ഇങ്ങനെ വേലി കെട്ടിട്ടുണ്ട് മക്കളെ, ദൈവമക്കളെ ചുറ്റിനും. നമ്മുടെ ഒരു ഗ്യാരണ്ടി ആയിരിക്കണം ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവരെ നമ്മൾ ദൈവഭയത്തോടെ ജീവിക്കണം. ഈ ദിവസങ്ങളിൽ മനുഷ്യരെ കണ്ടു, മുഴുവൻ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. കുമ്പസാരിക്കുക, വാവിട്ടുന്നില്ല, വിളിക്കുക. അധികം കുമ്പസാരിപ്പിക്കാൻ ഇരിക്കാൻ അറിയാലോ. ഈ തിരക്കൊക്കെ പിടിച്ചു വരുമ്പോൾ മിക്കവാറും വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും വിമലേരി വന്നിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ജസ്റ്റേജ് പറഞ്ഞു, ജസ്റ്റേജിനെ കിട്ടിയില്ല, ഞാൻ പോയിരിക്കും. നല്ല സുന്ദരമായിട്ടൊരു മനുഷ്യൻ കുമ്പസാരിക്കുക. അവൻ പറഞ്ഞതൊക്കെ പാപങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ മനസ്സ് ഇവനൊരു പുണ്യാളനാണല്ലോ, ഇവനൊരു പുണ്യാളനാണല്ലോ, ഇവനൊരു പുണ്യാളനാണല്ലോ. ചിക്കി ചകഞ്ഞ് നുള്ളി പെറുക്കി ജീവിതം മുഴുവൻ. അല്ല ഓടിപ്പോയി ഞാൻ 3 ആഴ്ച കുമ്പസാരിച്ച് ഞാൻ കുറ്റം പറഞ്ഞു, ചീത്ത വിളിച്ചു, കഞ്ഞി കുടിച്ചു. ആമേൻ. അവന് തോന്നിയൊരു ഫീലിങ്സ് പോലും അവൻ പറയുക. സ്വന്തം സഹോദരനോട് തോന്നുന്ന ഒരു വിദ്വേഷം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളോട് തോന്നുന്നൊരു അസ്വസ്ഥത ആത്മാർത്ഥമായിട്ട് പറയുക. ഒരു അരമണിക്കൂറോളം എടുത്തെന്ന് തോന്നുന്നു കുമ്പസാരിപ്പിക്കാൻ. പക്ഷെ ചങ്ക് പറഞ്ഞുള്ള കുമ്പസാരമാ മക്കളെ. ഹല്ലേലൂയ. ആരും വിശുദ്ധരായിട്ട് പ്രസവിക്കപ്പെടുന്ന അമ്മ മാതാവ് ഒഴിച്ച്, അമ്മ മാതാവ് ഈശോ തമ്പുരാൻ സ്നാപയോഹന്നാനും, ഈ 3 പേരെ ഒഴിച്ച് ആരും അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചുന്ന ബൈബിളിലെ പ്രാർത്ഥന കേട്ടിട്ടുള്ള പ്രാർത്ഥന ബൈബിളിൽ എഴുതി വെച്ചാ, അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. ദാവീദിന്റെ പ്രാർത്ഥനയാ. എല്ലാരും ഉണ്ടായിരിക്കും, എല്ലാരും പുണ്യാളന്മാരായിട്ടാണ് ജനിച്ചതെന്ന് എനിക്ക് വന്നേ. ഹല്ലേലൂയ. ജന്മപാപം ഉണ്ട് മക്കളെ, ജന്മപാപം, ജന്മപാപം. മക്കളെ ആരും വിശുദ്ധരായി ജനിക്കുന്നില്ല മക്കളെ. നിന്റെ കണ്ണീരും നിന്റെ പ്രാർത്ഥനയും നിന്റെ ചോരയും നിന്നെ വിശുദ്ധരാക്കി മാറ്റുന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടകാത്തൊരു വിശുദ്ധനില്ല മക്കളെ, എടകാത്തൊരു വിശുദ്ധനില്ല.
ഹല്ലേലൂയ. കൊച്ചി ത്രേസ്യ പുണ്യവതി ആദ്യ കുർബാന സ്വീകരിക്കുന്നത് ആ കുഞ്ഞിപ്പെണ്ണ് 3 തവണ കുമ്പസാരിച്ചത് ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് എഴുതിയത്. അപ്പം പിന്നെ തെറ്റുപറ്റത്തില്ലല്ലോ. അവളൊക്കെ ഒരു കൊച്ചു പെണ്ണ് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി 3 തവണ കുമ്പസാരിച്ചെങ്കിൽ അവൾ എത്ര വലിയ വിശുദ്ധിയാന്ന് ചിന്തിച്ചോ. നമ്മളൊക്കെ പുണ്യാത്മാക്കൾ നമുക്ക് കുമ്പസാരം ഒന്നും വേണ്ടാത്തത്. വാവിട്ട് നിലവിളിച്ച് കുമ്പസാരിക്കണം മക്കളെ. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറുകൾ നിങ്ങൾ അവയോട് തന്നെ കുമ്പസാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ നമുക്ക് കൃപ കിട്ടണം മക്കളെ. നമുക്ക് കൃപ കിട്ടണം, നമുക്ക് അഭിഷേകം കിട്ടണം. ഇസ്രായേൽ ജനമേ, ദൈവത്തെ ഭയപ്പെടുക, ശ്രദ്ധിക്കുവൻ. ലിസൺ ടു ദ ലോർഡ് ഓൾവേസ്. മക്കളെ, ഈ കാര്യത്തിലൂടെ ആ മക്കൾ പറയുകയായിരുന്നേ. ഇന്ന് രാവിലെ പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞു കാര്യം പറയാം. ഇവരൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് ആ യാത്ര ക്യാൻസലായിപ്പോയി. നമ്മളൊക്കെ ഫസ്റ്റ് യൂറോപ്പിൽ മറ്റേ തീർത്ഥാടനമായിരുന്നു. വല്ലാതെ ദുഃഖിച്ചിരിക്കുക. പക്ഷെ അവർ പറയും അത് ക്യാൻസൽ. പക്ഷെ വേറൊരു ഓപ്പൺ ചെയ്തൊരു യാത്ര പോവുക. ആ യാത്രയിൽ ഇവർ കണ്ടുമുട്ടിയൊരു വ്യക്തി അവരുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായി, അത്ഭുതമായി, അഭിഷേകമാക്കി ദൈവം മാറ്റുന്നു. ആദ്യത്തെ യാത്ര മുടക്കിയത് ദൈവമായിരുന്നു. യാത്ര മുടക്കി ദൈവം. നിന്റെ ദൈവം നിന്റെ യാത്ര മുടക്കാറുണ്ട്. എനിക്ക് മാത്രം എന്നെ വിസ കിട്ടാത്ത, എനിക്ക് മാത്രം എന്നെ വർക്ക് പെർമിറ്റ് കിട്ടാത്ത, എന്താ ഞാൻ മാത്രം പരീക്ഷ ജയിക്കാത്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നൊരു കുടുംബം വന്നു. എന്നോട് പറഞ്ഞു, അച്ചോ കൊച്ചിന്റെ കല്യാണം മുടങ്ങിപ്പോയി. കാരണം പറഞ്ഞു സ്ത്രീധനം കൂടുതൽ. ദൈവം സ്ത്രീധനം ചോദിക്കുന്നവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കരുത്. വിവാഹം കഴിക്കാൻ അവകാശമില്ലാത്തവന്റെ പേരാണ് സ്ത്രീധനം ചോദിക്കുന്നവൻ. നട്ടല്ലില്ല എന്നുള്ള പ്രത്യേകതയുള്ളവരാണ് സ്ത്രീധനം ചോദിക്കുന്നവൻ. സ്ത്രീധനം ചോദിക്കുന്നവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും. കൊച്ചു വീണ്ടും നിൽക്കട്ടെ. ഹല്ലേലൂയ. സങ്കടപ്പെട്ട എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം. എൻ്റെ പൊന്നു മാതാപിതാക്കളെ നക്കാപ്പിച്ച പൈസ വാങ്ങിക്കരുത്. അവരെന്തെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾ വാങ്ങിച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല. വില പകൽ ഇറച്ചിക്കടയിൽ പോയിട്ട് ഇറച്ചിക്ക് വില പേശുന്നത് പോലെ നിങ്ങൾ കല്യാണത്തിൽ വില പേശാതിക്കല്ല. എനിക്കത് ചിലരും അച്ഛനും ഇതൊക്കെ പറയാൻ നല്ല എളുപ്പം. ഞങ്ങൾക്ക് ഞങ്ങൾ കൊച്ചിനെ പഠിപ്പിച്ചു തന്നെയാന്നുള്ളത്. എടാ കുട്ടാ, നിന്റെ കൊച്ചു നേരെ നിൽക്കണമെങ്കിൽ മുകളിൽ ഇരിക്കുന്നവൻ തീരുമാനിക്കണം. നമുക്ക് കുർബാനയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റണം മക്കളെ. കുർബാനക്കാരിൽ കണക്ക് പറയാറുണ്ടോ? ഞാൻ കുർബാന കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചു വന്നു. അവനൊരു 50 പൈസയാണ് 25 പൈസയാണ് ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. അവനത് നീട്ടി. എനിക്ക് മനസ്സിലായി 25 പൈസ വാങ്ങിച്ചിട്ട് കുർബാന കൊടുക്കാനാ. അവൻ വിചാരിച്ചു പൈസ കൊടുത്താൽ കിട്ടുമല്ലോ. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല മക്കളെ. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. അത് കുർബാന പൈസ കൊടുത്ത് കിട്ടുന്നതല്ല. നമ്മളൊരു കുടുംബ ബന്ധം പൈസ കൊടുത്ത് കിട്ടേണ്ടതല്ല. ഏതൊക്കെ യുവാക്കന്മാർ സ്ത്രീധനം വാങ്ങിച്ചിട്ട് കുടുംബം നന്നാക്കുന്നത് വിചാരിക്കുന്നുണ്ട്. പൊന്നുകുട്ടാ, നിന്റെ കാല് പിടിച്ച് അച്ഛൻ പറയണേ, നീ സ്വർഗത്തിൽ പോകാൻ. സ്ത്രീധനം വാങ്ങിക്കുന്നവൻ നരകത്തിലേ പോകത്തുള്ളൂ മക്കളെ. നരകം പോലും നിനക്ക് കിട്ടുമെന്ന് അറിയത്തില്ല കുട്ടാ. ഹല്ലേലൂയ. അവളെ ജീവിത അല്പം ബലത്തോടെ ജീവിക്കും. നിങ്ങൾ മാതാപിതാക്കളെ മക്കൾ കൊണ്ട് കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? പക്ഷെ ചോദിക്കാൻ പോകില്ല. എനിക്ക് വലിയ സങ്കടം തോന്നി. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളായിട്ട് ജീവിക്കാൻ മക്കളെ നമുക്ക്. നല്ല വീട്ടിൽ നിന്നൊരു കൊച്ചു, അത് ന്യായമായ അവകാശം. പ്രാർത്ഥിക്കുന്ന ഒരു മകന് ന്യായമായ അവകാശം. നല്ല കൂടെ ഓക്കെ, അതും ചോദിച്ചോ നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേൽ ശ്രദ്ധിക്കുവിൻ. ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. ആ ചോയ്സ് ഓഫ് ഗോഡ് മക്കളെ. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെന്ന് തിരഞ്ഞെടുത്തത്. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് നമ്മുടെ അപ്പനെയും അമ്മയെ. നിന്റെ ജീവിതമംഗളി സത്യമായിട്ട് ഇത് വിശ്വസിച്ചോ? ഗാഡ് ഹാസ് സെലക്റ്റഡ്. ഇന്നലെ ഒരു കല്യാണത്തിന് പോയി. അവിടെ പ്രസംഗിച്ചപ്പം പരിശുദ്ധാത്മ തോന്നിപ്പിച്ചൊരു വാക്ക് ഞാൻ പറഞ്ഞു, ഇത് ദൈവം ഉറപ്പിച്ച കല്യാണമാണ്. ഇത് പരിശുദ്ധാത്മാവായി ദൈവം നിശ്ചയിച്ച കല്യാണമാണ്. ഇത് ഈശോ തമ്പുരാൻ ആഗ്രഹിച്ച കല്യാണമാണ്. ഒരു കല്യാണത്തിന് പ്രത്യേകത ഇതായിരിക്കണം കുഞ്ഞ്. നിന്റെ വിവാഹം പിതാവായ ദൈവം നിശ്ചയിച്ച കല്യാണമാകണം. പുത്രൻ തമ്പുരാൻ ആഗ്രഹിച്ച കല്യാണമാകണം. പരിശുദ്ധാത്മാവ് തീരുമാനിച്ച കല്യാണമാവണം.
ഇതൊന്നും ആർക്ക് പിടികിട്ടുന്നുമില്ല, ഇഷ്ടപ്പെടുന്നുമില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. മകളെ ജീവിതത്തിൽ ഒരു ബലത്തോടെ ജീവിക്കും മക്കളെ, ഒരഭിഷേകത്തോടൊക്കെ ജീവിക്കണ കൂട്ടാ. ആ സ്ത്രീധനത്തിന്റെ 10 തല കഴിവുള്ളവനാ നിന്റെ ദൈവം. കൊച്ച നിന്റെ അപ്പന് അതിലും കൂടുതൽ ആസ്തിയുണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ ബലം പ്രാപിക്കണം മക്കളെ, ക്രിസ്തുവിൽ ബലം പ്രാപിക്കണം. അവന് ഇവനും അല്ല നമ്മളെ സഹായിക്കാൻ പോകുന്നത്, നമ്മളെ സഹായിക്കാൻ പോകും തമ്പുരാൻ കർത്താവാ. ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിച്ച സന്തോഷമായനെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ച മക്കളെ, ഫെയ്ത്ത് ബിയോണ്ട് ഫെയ്ത്ത്, അപ്പുറത്ത് അതിരുകൾ കിടക്കുന്ന ഹല്ലേലൂയ. ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു. പൗലോസ്ലീഹയുടെ പ്രസംഗമാണ്. ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവിടുന്ന് അവരൊരു വലിയ ജനമാണ്. നോക്കിക്കേ, കഷ്ടതയുടെ നാളുകളിൽ എന്ത് സംഭവിച്ചു ബൈബിൾ വായിച്ചാൽ അറിയാൻ പറ്റും. ഒരു ചെറിയ സമൂഹമായ ഇസ്രായേൽ ജനം അടിമത്തത്തിന്റെ നാളുകളിൽ വലിയ ജനതയായി മാറി. നിന്റെ അടിമത്തത്തിന്റെയും നിന്റെ സങ്കടത്തിന്റെയും നിന്റെ ദുരന്തത്തിന്റെയും നിന്റെ ക്ലേശത്തിന്റെയും നിന്റെ സങ്കടത്തിന്റെയും നാളുകള്, those were the days of your greatness. Hallelujah. നീ സഹിക്കുകയും വേദനിക്കുകയും ചെയ്ത ദിവസങ്ങളെയൊക്കെ നിന്റെ മഹത്വത്തിന്റെ ദിവസമാക്കി ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒച്ചത്തിൽ വിളിക്കണം. ഹല്ലേലൂയ. മകളെ ഓർത്തോടാ കൊണ്ട ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ. Those are the days the Lord destined to make you a great person. നിന്റെ കണ്ണീരിന്റെ ദിവസങ്ങളിലാണ് ദൈവം നിശ്ചയിച്ചത് നിന്നെ ഒരു അഭിഷേകമാക്കി മാറ്റണമെന്ന്. നിന്റെ തകർച്ചയുടെ നാളുകളിലാണ് ദൈവം നിശ്ചയിച്ചത് നിന്നെ ഒരു ഉയർച്ചയാക്കി മാറ്റണമെന്ന്. ഹല്ലേലൂയ. 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 നല്ല ദേഷ്യ സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. നന്നായിട്ട് ദേഷ്യപ്പെടും. 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ. കുമ്പസാരക്കൂട്ടിൽ ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരിക്കലും. ഞാനത് പറയാം, 30 കൊല്ലം അച്ഛനായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് പറഞ്ഞ, ഞാൻ കുമ്പസാരക്കൂട്ടില്ല ആരെയും ദേഷ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. മകളെ അച്ഛൻ്റെ ഓരോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ആരോടും ഞാൻ ദേഷ്യപ്പെട്ടില്ല കുമ്പസാരക്കൂട്ടില്ല, ആരോടും. ഹല്ലേലൂയ. 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 അവൾ അറിഞ്ഞു നിന്റെ തകർച്ചയുടെ ദിവസം ആര് ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നു അവനെ ഏറ്റവും കൂടുതൽ കർത്താവ് ഉയർത്തും. ആര് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നു അവന് കർത്താവ് ഒരുപാട് ആനന്ദം നൽകും. ഹല്ലേലൂയ. 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 അവിടെ വീഴുന്നത് നല്ലതാ മക്കളെ, തകരുന്നത് നല്ലതാ മക്കളെ, ദുഃഖിക്കുന്നു അല്ല. നാളെ ആർക്കും കൊടുക്കാത്തൊരു ആനന്ദം നിന്റെ ദൈവം നിനക്ക് തരാൻ പോവാ. ഹല്ലേലൂയ. ഓക്കെ, അടിമത്തത്തിന്റെ നാളുകളിലാണ് ഇസ്രായേൽ ഏറ്റവും മൈറ്റി പീപ്പിൾ. ഈജിപ്തുകാർ ഭയപ്പെട്ടവരെ പറ്റി അങ്ങനെയല്ലേ കൊച്ചുങ്ങളെ എടുത്ത് കടലിൽ വെള്ളത്തിലോട്ട് കഴിയാനൊക്കെ കൊല്ലാൻ പറഞ്ഞത്. ഹല്ലേലൂയ. 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 അവിടുന്ന് ഒരു വലിയ ജനതയാക്കി മാറ്റി. തൻ്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടുന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. God is my master. We often forget that the Lord is our master. അവരാണ് കർത്താവെന്ന് ഒരുപാട് തവണ നമ്മൾ മറന്നു പോകാറുണ്ട് മക്കളെ. Accept him as your Lord and master. അവനാണ് മാസ്റ്റർ എന്ന് തിരിച്ചറിയാതെ നീ നിന്റെ ഓട്ടങ്ങൾ ഓടിയത്, അവനാണ് നിന്റെ കർത്താവെന്നറിയാതെ നീ നിന്റെ തീരുമാനങ്ങൾ എടുത്തത്. You forgot to understand him or respect him as your master. He is your master. He is your Lord. Hallelujah. അവന്റെ കർത്താവാണ് കുട്ടാ, അവന്റെ നാഥനാണ്, അവന്റെ ദൈവമാണ് അവനെ. തിരിച്ചറിയണ പൊന്നുമക്കള്, ഒരു കുർബാനയ്ക്കൊക്കെ വരുന്നത് ദൈവത്തെ കെട്ടിപ്പിടിക്കാൻ വരുന്നതാ. കുർബാനയ്ക്ക് ഒരു ശുശ്രൂഷയ്ക്ക് വരുന്നത് ദൈവത്തിന്റെ ഒന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടി വരുന്നതാ. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാ. Hallelujah. 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 How wonderful is my God. അത്ഭുതമല്ലേടാ ഉച്ച നിന്റെ ദൈവം. നിന്റെ ദൈവം ഒരു വിസ്മയമല്ലേടാ. ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നിന്റെ കണ്ണ് നിറയാറില്ലേ?
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വായിച്ചു പോകാം. അവിടുന്ന് തൻ്റെ ശക്തമായ ഭുജം കൊണ്ട് അവരെ കൊണ്ടുവരും. ഹി വിൽ ടേക്ക് യു ഔട്ട് ഓഫ് യുവർ സ്ലേവറി. നിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിന്റെ രോഗക്കിടക്കിൽ ഞാൻ ചുമ്മാ നല്ലത്. ആ സഹോദരി എൻ്റെ അടുത്ത് ഞായറാഴ്ച വന്ന് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾ കട്ടിലേക്ക് എടുത്ത് വെച്ച് ചാടിയിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയി. Over the phone I prayed for her. Hallelujah. 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 ഇവാൻ ഇന്ന് ഓസ്ട്രേലിയയിൽ തിരിച്ചു പോയിരിക്കുക. അവന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത് എന്തിനാണെന്നറിയാവോ? കൊച്ചു കേൾക്കുന്നുണ്ട്. ഇവാൻ മോനെ പറ്റിയാ പറയണേ. അവന് ബ്രെയിൻ ട്യൂമറാന്ന് പറഞ്ഞുകൊണ്ട് അവനിവിടെ വന്നത്. അവൻ സർജറി ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. കഴിഞ്ഞ ശനിയാഴ്ച അവൻ തിരിച്ച് ഓസ്ട്രേലിയക്ക് അവനൊരു സർജറി വേണ്ടി വന്നില്ല. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല പൊന്നുമോൻ, ഒരു കുഴപ്പമില്ല, നീ തിരിച്ചു പൊക്കോത്ത്. ഒരു മാലാക പോലത്തെ ഒരു പയ്യൻ, ഒരു മാലാക പോലത്തെ ഒരു പയ്യൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചനം നിന്നെ ഒരു സുവിശേഷമാക്കാൻ, നിന്നെ ഒരു അത്ഭുതമാക്കാൻ, നിന്നെ ഒരു ദൈവിക ദൂതാക്കാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകൂട്ടാ. Your life should be a gospel child. മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമുക്ക് അനുവദിക്കുന്നത് നമ്മളെ സുവിശേഷമാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയ നിങ്ങൾ ബൈബിളിൽ തോന്നിച്ച് വായിക്ക്. എന്താ നിങ്ങൾ കേൾക്കണ്ടേ? യോഹന്നാൻ 2-ാം അധ്യായം. എന്നാ അത്? മാണം കെട്ട കല്യാണ കുടുംബം. ദേവളെ ഒറ്റ കല്യാണ വീട്ടിൽ ഈശോ പോയതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുള്ളൂ. ആ കല്യാണം നാണം കെട്ട കുടുംബങ്ങളുടെ സുവിശേഷമാക്കിയടാ കൊച്ചേ. നോക്കിക്കേ, ഇന്ന് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ കല്യാണത്തിന് വായിക്കാനുള്ള വായനയാക്കി ആ പാവപ്പെട്ട കുടുംബത്തിന് കഥയെ മാറ്റിയവരാ നമ്മുടെ ദൈവം. വീഴ്ച തീർന്ന നന്നായെന്നേ. ഒരത്ഭുതം വരാനുണ്ട്, ഒരു കൃപ വരാനുണ്ട്. നിന്റെ ദൈവത്തിന്റെ ഭരണിയിൽ വീഞ്ഞു തീർന്നു പോയിട്ട് അല്ലടാ കുട്ടാ. നിന്റെ ദൈവത്തിന്റെ ഭരണിയിൽ അഭിഷേകം നിറഞ്ഞ് ഒഴുകിയത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ ഈ പ്രയാസം വന്നത്. He wants to make you a gospel. ഒരു സുവിശേഷമാകാൻ, ഒരു കരുത്താകാൻ, ഒരു ഉപമയാകാൻ, ഒരു കൃപയാകാൻ ദൈവത്തിനെ വിളിക്കുക. പലതുകരെ ഉയർത്തിപ്പോ. ഞാനിവിടെ കിടന്ന് ചത്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം കൂടെ നോക്കിയിരുന്നാൽ അങ്ങനെ ശരിയാവണേ. നിങ്ങളും ജീവിക്കുമ്പോഴേ എനിക്കൊരു ഇതുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതെടാ കൂട്ട, ജീവിതത്തിൽ വന്നത് ഒന്നും ഇറ്റ് വാസ് നോട്ട് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. It was not a spelling mistake, but you are making a new vocabulary. ടീച്ചർ പറഞ്ഞു, മോനെ എടാ അക്ഷരത്തെറ്റാണല്ലോ എന്ന്. God is coining a new vocabulary. അക്ഷരത്തെറ്റുകളെ പുതിയ വാക്കുകളാക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ടീച്ചർമാർ മുട്ടയിട്ട് തരും അത് ചുവന്ന മഷി കൊണ്ട്. പക്ഷേ തമ്പുരാൻ കർത്താവ് ഒരു ഡബിൾ പ്ലസ് ഉള്ള ഡബിൾ പ്ലസ് തരും. ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ ദൈവത്തിന്റെ രീതിയാണ് മക്കളെ. ട്രസ്റ്റ് ഇൻ ദാറ്റ് ഗോഡ്. ഹല്ലേലൂയ. അവിടുത്തെ ശക്തമായ ഭുജം കൊണ്ട് അവിടുന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു. ഹല്ലേലൂയ. സമയമായോ? ഇച്ചിരി കൂടെ പറയാം. അവിടെ 40 വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം അവിടുന്ന് പെരുമാറി. 40 years. എത്ര വയസ്സായി? ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ യാമപ്രാർത്ഥനയിൽ പറഞ്ഞു, for 40 years. 40 വർഷത്തോളം ഞങ്ങൾ കർത്താവിനെതിരെ പൊരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആമുഖ പ്രാർത്ഥനയുണ്ട്. സിസ്റ്ററിന് 60 വയസ്സുണ്ടായിരുന്നു. ചൊല്ലി വരുമ്പോൾ സിസ്റ്റർ പറയും, for 60 years they hardened their heart. 40 കൊല്ലം ഹൃദയം കഠിനമാക്കി എന്നുള്ള സിസ്റ്റർ തിരുത്തിൻ്റെ 60 കൊല്ലം. ഷി വാസ് ഓൾമോസ്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഡെത്ത്. ഒരു പ്രത്യേക ക്യാൻസർ രോഗം ബാധിച്ച് സിസ്റ്റർ മരിക്കാൻ പോവുക. എല്ലാവരും ചിരിക്കുമായിരുന്നു കേൾക്കുമ്പോൾ. ഇവിടെ വരുമ്പോൾ സിസ്റ്റർ അന്നത്താനെ ആരും പറഞ്ഞു കൊടുത്ത സിസ്റ്റർ തന്നെ പറഞ്ഞു, for 60 years they were against me. ദൈവമക്കളെ, നമ്മുടെ എത്ര വയസ്സുണ്ട് നിനക്ക്?
ദൈവത്തോട് മല്ലടിച്ച 55 വർഷങ്ങളല്ലേ? ദൈവത്തോട് മല്ലടിച്ച വർഷങ്ങൾ, അതോ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുക? നിന്റെ ആയുസിന്റെ വർഷങ്ങളുടെ പൊന്നുകൂട്ട, ദൈവത്തെ ആരാധിച്ച വർഷങ്ങളാണോ ദൈവത്തോട് മല്ലടിച്ച വർഷങ്ങളാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 40 വർഷം ദൈവം ക്ഷമിച്ചു, ദൈവം വിട്ടു. പോട്ടെ, സാരമില്ല. ദൈവം കാണാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ ദൈവം അംഗീകരിച്ചിട്ടോ ആയിരുന്നില്ല കേട്ടോ അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. My God is a compassionate God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമാക്കി കൊടുത്തു. മരുഭൂമിയിൽ അവരുടെ ക്ഷമ. കാനാൻ ദേശത്ത് വെച്ച് 7 ജാതികളെ നശിപ്പിച്ചതിന് ശേഷം ശത്രുക്കളെയൊക്കെ കർത്താവ് ഇങ്ങനെ വകഞ്ഞു മാറ്റി. കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ജെറിക്കോ മതിൽ തല്ലി തകർത്തു. ആരാ? ദൈവം. അച്ഛന്മാരും ദൈവമക്കൾ ഇങ്ങനെ വട്ടം ജെറിക്കോ പ്രാർത്ഥന നടത്തിയത്. മതിൽ, ഭീകരമായി മതിലിടിഞ്ഞു വീഴുക. നമ്മൾ ജീവിതത്തിൽ എത്ര തവണ മതിലിടിഞ്ഞു വീണിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ? എത്രയോ അടച്ചു കെട്ടപ്പെട്ട വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാനാൻ ദേശത്ത് വെച്ച് 7 ജാതികളെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി 450 വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. 450 വർഷം കഴിയുമ്പം വിപ്രവാസം ആരംഭിക്കുക. നോക്കിക്കുക മക്കളെ, ദൈവം നമ്മളെ വാഗ്ദത്ത ദേശത്ത് താമസിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമൂലിൻ്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി. ദൈവമക്കൾ എഴുന്നേറ്റ്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പൈതല് ഈ ദിവസം അത്ഭുതകരമായൊരു അഭിഷേകം കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച്, അത്ഭുതകരമായൊരു കൃപ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച്, ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ച്, നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും ഒക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, നിന്റെ ആകുലതകളൊക്കെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഇതാ നിന്റെ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തുക. അവിടുന്ന് നിന്റെ കർത്താവാണ്, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് രക്ഷകനാണ്. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. കുടുംബങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സമർപ്പിത ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ, ഈശോയേ, ഈശോയേ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം